ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് ഞാൻ കോഴിക്കോടൻ ഹൽവയാണ് കാണിക്കുന്നത്. തനി നാടൻ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഹലുവൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഹലുവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കോഴിക്കോടൻ ഹൽവയാണ് ഇതാവുക അല്ലേ. ഹലുവ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഗോതമ്പ് ഹലുവയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളറോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഗോതമ്പാണ് എടുത്തത്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും ഇത് സോക്കാവണം. അതിൻ്റെ ഒരു പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പേസ്റ്റ് പോലെ ഗോതമ്പായിട്ട് വരണം. ഇത് കണ്ടില്ലേ, നമ്മൾ മുറിക്കുന്നതല്ല, നഖം കൊണ്ട് മുറിക്കുന്നതല്ല, ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ വരണം. അത്രയും സോഫ്റ്റ് ആകണ വരെ ഇത് പൊതിർത്തി വെക്കണം. ഏറ്റവും നല്ലത് ഒരു ദിവസം വെക്കലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം മുഴുവനായിട്ട് പൊതിർത്തി വെച്ചിട്ടുള്ള ഗോതമ്പാണിത്. അപ്പോൾ മുഴുവൻ ഗോതമ്പാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകി ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നതാണിത്. ഇതിന് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിനൊന്നും അങ്ങനെ ഒരു കണക്കില്ല. ഈ ഹലുവൻ്റെ ഫുൾ ഇതിലെന്ന് പറഞ്ഞാൽ കണക്കൊന്നുമില്ല. ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറഞ്ഞാൽ നല്ല തുണിയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ തുണി പോലെയുള്ള അരിപ്പാണ് ഞാനിവിടെ എടുത്ത് വെച്ചത്. ശരിക്കും തുണി പോലെ തന്നെയുള്ള അരിപ്പ കേട്ടോ. ഇതിന് പകരം ഇങ്ങനത്തെ അരിപ്പ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൽ കൂടെ അരിച്ചെടുത്താൽ മതി. സാധാ അരിപ്പല്ല, തുണി പോലുള്ള അരിപ്പായിരിക്കണേ. അപ്പോൾ ഒരു തരി പോലും അടിയിലേക്ക് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ തുണിയിൽ വെച്ചിട്ട് അരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൽ കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗോതമ്പ് അരക്കണ സമയത്ത് എന്തായാലും അതിൽ കുറച്ച് തൊലിയും അതിൻ്റെ തൊലി ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ചണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു ചണ്ടി ഒന്നും കൂടെ ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട്. ലേശമായിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് കഴുകി വയ്ക്കുക. അപ്പോൾ അതിൽ എക്സ്ട്രാ കുറച്ചും കൂടെ പാലുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് വീണോളും. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് അതിൻ്റെ ചണ്ടി മുഴുവനും പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു ചണ്ടി നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് അരക്കുന്നതിന് പകരം മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. മൈദപ്പൊടി കുഴച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു ദിവസം വെക്കും. എന്നിട്ട് പിറ്റേന്നാണ് അത് എടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കുക കേട്ടോ. പിഴിഞ്ഞിട്ട് ഇതേപോലെ അതിൻ്റെ ചണ്ടി ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ മൈദപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഉറപ്പാണ് വരിക. ഇതാകുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ അതാ ആ ഒരു പാല് നമ്മൾ അരിച്ച് ഒന്നും കൂടെ ഒന്ന് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ തുണി കൂടി തന്നെ പിന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും തരിയേറ്റുണ്ടെങ്കിലോ എന്നുള്ളതിലാണ് 2 പ്രാവശ്യം നമ്മളിങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുണി ആയതുകൊണ്ട് തന്നെ ഒരു തരി പോലും നമ്മൾ അടിയിലേക്ക് പോകില്ല കേട്ടോ. അതുകൊണ്ട് നല്ല സേഫാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കറക്റ്റ് നല്ല പാലായിരിക്കണം. ഇനിയിപ്പോൾ ആ പാത്രത്തിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 2 കപ്പൊക്കെ വെള്ളം ഉണ്ടാവും. അത്രയും കൂടി ഒഴിച്ചു. വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവില്ല. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് വെക്കണം കേട്ടോ. ഞാനിവിടെ 8 മണിക്കൂറാണ് ഇത് വെക്കുന്നത്. ഇപ്പോൾ അതാ ഒരു 8 മണിക്കൂറിന് ശേഷമാണിത് വെച്ചാൽ ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓവർനൈറ്റൊക്കെ വെച്ചാൽ ഇതുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഒരു മേൽഭാഗം കണ്ടില്ലേ, ഒരു പുളിച്ച് പൊന്തിയ പോലെ വന്നത്, പത വന്നത്. അതുപോലെ തന്നെ താഴെ കാണിച്ചു തരാം. അതിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗം അടിയിലുള്ളതില്ല, അത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. മേലുള്ളത് ഫുള്ള് വേസ്റ്റ് വെള്ളമാണ്. ആ തെളിഞ്ഞ വെള്ളം കണ്ടില്ല, ആ വെള്ളം മുഴുവൻ നമുക്ക് കളയാനുള്ളതാണ്. അതുപോലെ തന്നെ മേലുള്ള ആ ഒരു പുളിച്ച് വന്നിട്ടുള്ള ആ ഒരു പതയുണ്ടാവും. അപ്പോൾ അത് രണ്ടും നമുക്ക് വേസ്റ്റാണ്, അത് എടുക്കേണ്ടില്ല. ഇനിയിപ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഈ ഒരു മേൽഭാഗത്തുള്ള ഈ ഒരു ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് കളയണം കേട്ടോ. എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടിഭാഗം തട്ടാണ്ട് കയ്യിൽ വെച്ചിട്ട് എടുത്താൽ മതി. അടിയിലുള്ള ആ പാല് നഷ്ടപ്പെടുത്തരുത്. അത് നല്ല കട്ടിയായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. മേലുള്ള ഈ ഊറിയ വെള്ളവും ഈ ഒരു പതയെ നമുക്ക് ഒഴിവാക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ദിവസം മെനക്കെട്ട് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ കോഴിക്കോടൻ ഹലുവൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിലുള്ള ഹലുവ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് അടിഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഒരു കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളൊരു കോൺഫ്ലവറൊക്കെ കലക്കിയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മധുരം എന്ന് പറയുന്നത് ഞാനിവിടെ ശർക്കരയാണ് എടുത്തത്. അപ്പോൾ ശർക്കര ഞാൻ 250 ഗ്രാം ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. 250 ഗ്രാം ഇതിലേക്ക് കറക്റ്റാണ്. കാരണം കുറച്ച് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹലുവക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരം കുറയ്ക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഹൽവ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ആക്കേണ്ടത് ആ പാത്രം നമ്മൾ ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ തേച്ച് വെച്ചാണ്. അപ്പോൾ സ്ക്വയർ പാത്രം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു മോൾഡിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ എടുത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ട്രഡീഷണൽ രീതിയിൽ തന്നെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു 3/4 കപ്പ് വെളിച്ചെണ്ണ ഞാനിവിടെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ എടുത്ത് വെക്കുക. അപ്പം സാധാരണ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞാൽ ഷോപ്പിലൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ 1/4 ഭാഗം മാവും 3/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് പൊരിച്ച് വരട്ടിയെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ എടുത്ത് വെക്കേണ്ട ഒരു സ്പാച്ചില വേണം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇളക്കാനുള്ള ഒരു സ്പാച്ചില വേറെയും വെക്കണം. ഇനിയിപ്പോൾ വേണ്ടിയത് വീട്ടിൽ ചെയ്യുന്നതായതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. അടി കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ, കുറച്ച് വെയിറ്റുള്ള. അങ്ങനത്തെ പാത്രത്തിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, പ്രയാസമൊന്നുമില്ല. സാധാരണ ഉരുളിയിലാണ് ഉണ്ടാക്കുക, വീട്ടിലാകുമ്പോൾ നമുക്കിത് എളുപ്പമാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തീ കത്തിക്കരുത് കേട്ടോ, എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തീ ഓണാക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു പാത്രത്തിലുള്ള പാല് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കാം. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ വേണ്ടി നമ്മളെ ശർക്കര, ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എത്ര കല്ലില്ലാത്ത ശർക്കര ആണെന്ന് പറഞ്ഞാലും അരിക്കലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇതിലെന്തെങ്കിലും ഒരു ആ ഒരു ചുണ്ണാമ്പിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തരിയൊക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങ് പോയിക്കോളൂ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ തീ ഓണാക്കാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ ഇനി ഞാൻ പറയട്ടെ, നമുക്ക് ചുവപ്പ്, മഞ്ഞ, പച്ച ഇതൊക്കെ കോഴിക്കോടൻ ഹൽവൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ഞാൻ തീ കത്തിച്ച് കൊടുക്കുകയാണ്. ഒരു മീഡിയം തീയിലിട്ടിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊണ്ട് നിന്നാൽ അടി പിടിക്കൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് തീ കുറച്ച് വെക്കേണ്ടൊന്നും ആവശ്യമില്ല, ഒരു മീഡിയം തീയിൽ. ഇനിയിപ്പോൾ അതാ ചൂടാവണതിനനുസരിച്ച് ഇത് പെട്ടെന്ന് കട്ടാവാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ടിരിക്കുക. വീട്ടിൽ 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. കുറച്ച് നേരം ഇളക്കിയിട്ട് കൈ കടയാമെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ആളെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ അത് ഇളക്കിയും കൊണ്ടുവന്നിട്ട് ഞാൻ സ്പീഡാക്കി കാണിച്ചു തരാം. ഇപ്പോൾ അതാ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഒരു 5-6 മിനിറ്റ് എടുക്കും ഇതിങ്ങനെ ഒന്ന് കുറുകി വരാൻ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഷോപ്പിൽ ചെയ്യുമ്പോൾ ഒന്നിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചില മാവ് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണ കിടന്ന് പൊരിഞ്ഞിട്ട് ഇതിങ്ങനെ കുറുകി വരികയാണ് ചെയ്യുക. എന്നിട്ട് അവർ ആ ബാക്കിയുള്ള എണ്ണ അതെടുത്ത് വെച്ചിട്ട് അടുത്ത അലുവ ഉണ്ടാക്കുന്ന നേരം അത് അടുത്തയിലേക്ക് എടുക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ ചെയ്യണമല്ലോ. നമുക്ക് ഈ വെളിച്ചെണ്ണ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറേശ്ശെ മാത്രം ഇതിൽ മതി. അപ്പോൾ അതായത് ഒഴിച്ച എണ്ണ അതിൽ കാണാണ്ടായി, അത് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ആ ഒഴിച്ച എണ്ണ അതിൽ കാണാണ്ടാവണം, നല്ല സ്മൂത്തായിട്ട് വരണം. അത് കണ്ടില്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമ്മളിനി അടുത്തതും പിന്നെയും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിരകി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ. ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 5-6 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പം ഇനി ഇത് അടുത്ത രണ്ടാമത്തവും ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റി പിന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ആ ഒരു എണ്ണ കാണാണ്ടാകുന്ന വരെ നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ കുറുകി വരും കേട്ടോ. നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് നന്നായിട്ടിത് പിന്നെ നമ്മൾ ഒഴിച്ച എണ്ണ ഇതിൽ കാണാണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനിടെ പറയുകയാണ്, ഈ 3/4 കപ്പ് എനിക്ക് മതിയായിട്ടില്ല, 2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച 3/4 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ മൂന്നാമത് ഒഴിച്ചതും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു റബ്ബർ പോലെ നമ്മളൊരു ചൂയി പാകത്തിലായി വന്നതാണ് കേട്ടോ. എന്നാലും ഇത് എടുക്കാനൊന്നും ആയില്ല, ഇതിൻ്റെ ഒരു പാകം പോലും ആയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ എണ്ണയിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ ബോൾ പോലെ ആയി വന്നതാണ് കേട്ടോ. ഇളക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇളകണ പാകത്തിലായി. ഇപ്പോൾ കണ്ടില്ല. പിന്നെ അതിൻ്റെ പാകം എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ മേലോട്ട് എടുത്ത് നോക്കിയാൽ കഷ്ണമായിട്ട് അലുവ വീഴണം. അതാണ് പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒറ്റ സ്മൂത്തായിട്ട് സിൽക്കി പോലെ ആയിട്ട് ഇങ്ങനെ വീഴാൻ പാടില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതും കൂടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതാ മൂന്നാമത്തെ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വരട്ടി എടുക്കുക. അപ്പോൾ ഞാനിത് മാക്സിമം കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് സമയം എടുക്കും. മൊത്തത്തിൽ ഈ അലുവ വരകി എടുക്കാൻ ഞാൻ 1 മണിക്കൂറാണ് സമയം എടുത്തത്. അപ്പോൾ അതായത് സ്പൂൺ കൊണ്ട് ഒഴിച്ച് നോക്കുന്ന സമയത്ത് കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് സിൽക്കിയായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്, കഷ്ണമായിട്ടല്ല വീഴുന്നത്. ഇനിയിപ്പോൾ അതാ അടുത്ത നാലാമത് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ എടുത്ത് വെച്ചതെന്ന് പറഞ്ഞില്ല, 4-5 എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റത്താണ് കേട്ടത്, ഇനി ഞാൻ എടുക്കുന്നില്ല. ഇതിപ്പോൾ ഇത്രയും എണ്ണ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടി എടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒറ്റ ബോൾ പോലല്ല നമുക്ക് വരണ്ടേ, കഷ്ണമായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വരാൻ തുടങ്ങണം ഈ ഒരു ഹൽവ കേട്ടോ. നമ്മൾ കയ്യിലോണ്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കഷ്ണമായിട്ട് ഇളക്കുന്ന സമയത്തൊക്കെ കഷ്ണമായിട്ട് വീഴാൻ തുടങ്ങണം. അതാണ് പാകം എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഇളക്കണ സമയത്ത് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ ഇതിൽ ഇളകാൻ തുടങ്ങി ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ അങ്ങനെ ആയി വന്നതാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ഭാഗം നോക്കേണ്ടത് അടിഭാഗം ഒരു വൈറ്റ് കളറിലേക്ക് ആയി വരണം കേട്ടോ. നമ്മൾ ഇളക്കണ സമയത്ത് കാണാൻ പറ്റും അടിഭാഗം നല്ല വൈറ്റ് കളറിലായിട്ട് വരും. ഇപ്പോൾ അത് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചത് ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുന്ന സമയത്ത് കഷ്ണം കഷ്ണമായിട്ടാണ് വീഴുക. ഒറ്റയടിക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് വീകൂല. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഒരു കട്ട ഒന്ന് വീണ് പിന്നെ അടുത്തത് അത്രയും സ്ലോയിൽ കഷ്ണം കഷ്ണമായിട്ട് വീകണം. അപ്പോൾ അത് ഞാൻ പിന്നെ ഇത് വരട്ടിയും കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചാൽ അടിഭാഗം വെള്ള കളറിലാവണം. അത് ചെറുതായിട്ടൊന്ന് വെള്ള കളറിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ അങ്ങനെ മറിച്ചിടുന്ന സമയത്ത് കുറേശ്ശെ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് വരണം. അതാണ് പാകം എന്ന് പറയുന്നത്. നല്ലോണം വൈറ്റ് കളറായി വരണം. അപ്പോഴാണ് അലുവ നല്ല മൂത്തെന്നുള്ളത് മനസ്സിലാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് കട്ട എത്തിയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫൈനലിലേക്ക് എത്തിയല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഏലക്കായൻ്റെ പൊടി എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം കയ്യിലിട്ടിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. പറ്റി പിടിക്കുന്നില്ല നല്ല റബ്ബർ പോലാണ് ഉള്ളതെന്ന് വെച്ചാൽ പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിങ്ങനെ നെക്കി നോക്കിയാൽ ഭയങ്കര ചൂയായിട്ടുണ്ടാവണം. മുറിച്ച് നോക്കിയാൽ റബ്ബർ മുറിയണ പോലെ ഇങ്ങനെ മുറിയണം. എന്നാൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന ഉണ്ടാവുകയും ചെയ്യരുത് കേട്ടോ. അതാണ് പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ല കയ്യിലൊട്ടി പിടിക്കൂല നന്നായിട്ട് പാകത്തിലായിണം. ഇപ്പോൾ അതായത് കറക്റ്റ് പാകത്തിലാണ്. ഇനി മറിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അടിഭാഗം കണ്ട വെള്ള കളറിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം മറിക്കുന്ന സമയത്തും അടിഭാഗത്ത് വൈറ്റ് കളറിലായിട്ട് വരും. അതാണ് കറക്റ്റ് പാകം കേട്ടോ. അങ്ങനെ വെള്ള കളറായിട്ട് വരണം. ഇത് കണ്ടില്ല ഇപ്പോൾ അലുവ നല്ല മൂത്തിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് പാകത്തിലായി വന്നതാണ് കേട്ടോ. കണ്ടില്ല കഷ്ണം കഷ്ണമായിട്ട് അലുവ മുറിയുന്നത് കണ്ടില്ലേ ഞാൻ ഇളക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒറ്റ കട്ടായിട്ടല്ല വരിക. കഷ്ണം കഷ്ണമായിട്ട് മുറിയാൻ തുടങ്ങും. ഈ ഒരു ഭാഗത്തിലായി കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള കളറിലുള്ള എള്ളാണ് കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ നട്ട്സ് ചേർക്കണം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല ഇളക്കുമ്പോൾ 2 കഷ്ണമായിട്ട് മുറിഞ്ഞ് 3 കഷ്ണമായിട്ട് മുറിഞ്ഞ് അങ്ങനെ കഷ്ണം കഷ്ണമായിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഓരോ സ്പൂണായിട്ട് എടുക്കാനൊക്കെ പറ്റണം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിലാണ് ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല മുറിഞ്ഞ് വീഴാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഇതുവരെ ഒഴിച്ചു കൊടുത്ത എല്ലാ വെളിച്ചെണ്ണയില്ലേ അതിങ്ങനെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ ഇതാ കുറേശ്ശെ നമ്മളെ വെളിച്ചെണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇപ്പോൾ കണ്ടില്ല നമ്മളിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും എണ്ണ അങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതാണ് പാകം എന്ന് പറയുന്നത്. നമ്മൾ ഈ എണ്ണ പുറത്തേക്ക് കാണാൻ വേണ്ടി തുടങ്ങണം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹലുവ നല്ല പാകത്തിന് മൂത്ത് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പറഞ്ഞല്ലോ കുറച്ച് ആൽമണ്ടും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പൈനാപ്പിളും ആണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഉണങ്ങിയിട്ടുള്ള പൈനാപ്പിൾ. അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുമല്ലോ എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടണം അങ്ങനെയുള്ള പൈനാപ്പിളാണത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറുന്ന സമയത്താണ് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇറങ്ങുക കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് പോകുന്നതിൻ്റെ മുന്നേ ചൂടോടുകൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഹലുവൻ്റെ മോൾഡിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ആയിക്കഴിഞ്ഞതിന് ശേഷം ഹലുവൻ്റെ മോൾഡ് ഗ്രീസ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മൾ ഹലുവ ഇവിടെ സെറ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അതൊക്കെ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്പാച്ചിൽ എടുത്ത് വെച്ചില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ അതിങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇമലുള്ളത് ഫുള്ളായിട്ട് കയ്യിലുള്ളതും ഒക്കെ അതിമലേക്ക് തന്നെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നല്ല കുത്തി ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളോട്ട് ആക്കി വെക്കണം കേട്ടോ ആദ്യം. എന്നിട്ടാണ് ഷേപ്പ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലൊക്കെ ഒന്നും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഫുള്ളായിട്ടില്ല. നിറച്ചുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയില്ല കാണിച്ചപ്പോൾ ഈ മോൾഡ് ഫുള്ളായിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് എള്ളും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 മണിക്കൂർ വെക്കുന്നുള്ളൂ. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കാണിച്ചു തരാം. നിങ്ങളിത് കുറച്ചൊരു 5-8 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതാണിത്. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രയാസമൊന്നുമില്ല. നമ്മൾ ആ മോൾഡ് നടക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നല്ല സെറ്റായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ മോൾഡ് ആയതുകൊണ്ട് അതിൻ്റെ പുറത്തേക്കുള്ളതാണിത്. കുറച്ച് പുറത്തേക്ക് തുറുത്തിയ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് തിന്നുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കിട്ടും മാഷാല്ലാ. പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപാര പൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മുറിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറേ കഴിച്ചു പോയിന് കേട്ടോ.
അപ്പോൾ അത് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ ആയതുകൊണ്ട് കാണണമല്ലോ, അപ്പോൾ ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിലിട്ടാൽ കാണൂല. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ്, എന്നാൽ നല്ല ച്യൂയാണ്, എന്നാൽ പല്ലിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന പാകമൊന്നുമല്ല. നല്ല ടേസ്റ്റാണ് തിന്നാൻ കേട്ടോ. നമുക്കൊരു കഷ്ണം തിന്നാൽ നിർത്താൻ വേണ്ടി തോന്നില്ല, പിന്നെ പിന്നെ നമ്മൾ കഷ്ണം കൂടി എടുത്തിട്ട് വായിലിട്ട് പോകും. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എന്നാൽ ഇതിൽ ആർട്ടിഫിഷ്യൽ കളറോ അല്ലെങ്കിൽ പഞ്ചസാരയും നല്ലതല്ല, നമ്മൾ ശർക്കരയും ഭയങ്കര മുന്തിയാന്നൊന്നല്ല പറയണത്, എന്നാലും പഞ്ചസാരേനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ നമ്മളെ തനി നാടനിലുള്ള രീതിയിലാണ് കാണിച്ചത്. ഗോതമ്പും അതേപോലെ തന്നെ ശർക്കരയും സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ ഹലുവ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും, കുറച്ചൊരു ഓയിലി ആയിരിക്കും. അതിപ്പം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാക്സിമം നമ്മൾ എണ്ണ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ല, നല്ല പാകത്തിലാണ് വന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. മുറിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്കിങ്ങനത്തെ ഹലുവയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. ഈസിയാണ് കേട്ടോ, ഒരു പ്രയാസവും ഇല്ല. നല്ല നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് സമയം അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുന്നതും പിറ്റേ നമ്മൾ പാലും വെക്കുന്നതൊക്കെ അത്രയും സമയത്തിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ, വേറൊരു മെനക്കേടും ഇല്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളി ഹലുവ നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. ഇത് ഒരു മാസം വരെ നമുക്ക് പുറത്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു മാസം വരെ പുറത്ത് വെച്ചാലും ഒന്നും ആവില്ല, കേടൊന്നും വരില്ല. നല്ല ഭയങ്കര ടേസ്റ്റാണ്. എന്തെങ്കിലും ഫ്ലേവറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്ന് പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.